നമ്മുടെ മെയിൻ ഇൻഫോർമറായ ഒരു പയ്യൻ ഇന്ന് രാത്രി തന്നെ മഹേഷിന്റെ വീട്ടിലെത്തും. മഹേഷിന്റെ മകളുടെ സഹായത്തോടെ അവൻ അയാളുടെ കാറിനകത്ത് കിടക്കും. അവന്റെ കയ്യിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ളൊരു ഫോൺ ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആ കാറിൽ മഹേഷ് യാത്ര പുറപ്പെടുമ്പോൾ ആ യാത്ര നീളുന്നത് ഏത് വഴിയിലാണെന്ന് ആ ഫോണിലെ GPS-ലൂടെ നമ്മൾ അറിയും. കൊള്ളാം സാർ. ആർക്കും ഒരു സംശയം തോന്നാതെ നമുക്ക് അവന്മാരുടെ സ്ഥലം പിന്തുടർന്നെത്താനും പറ്റും. അതെ, അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അവർക്ക് അടിപതറും. ആ പുരാവസ്തുക്കൾ നമ്മൾ വീണ്ടെടുത്തിരിക്കും. ആ പയ്യൻ ഇതിനൊക്കെ തയ്യാറാവോ സാർ? കുഞ്ഞുങ്ങളല്ലേ, അവസാന നിമിഷം ഭയന്ന് പിന്മാറിയാലോ? ഏയ്, ഈ കള്ളത്തരം പിടിക്കപ്പെടണമെന്നത് നമ്മളെക്കാളേറെ അവന്റെ ആവശ്യമാണ്. ഇപ്പൊ ഈ കേസിൽ കുടുക്കി സ്ഥലമെസ്സയിൽ ലോക്കപ്പിലിട്ടിരിക്കുന്നത് അവന്റെ അമ്മാവനെ. ഓ, അത് ശരി. അതുമല്ല, നമ്മൾ കരുതുന്ന പോലെ അല്ല, മഹാധൈര്യശാലിയാ കുട്ടി. ശരി സാർ, ഞാൻ റെഡിയാണ്. എന്താ വേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി. ഹലോ, എടാ ഞാനിവിടെ എത്തി. എടാ നീ കാറിനകത്താണോ? ആ അതെ. എടാ സൂക്ഷിക്കണേടാ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. CA അങ്കിളിനെ വിളിച്ചു പറഞ്ഞോ? വരുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ വലിയ ടെൻഷൻ ഉണ്ടാതി. ഒരു കുഴപ്പം വരത്തില്ലടാ. എനിക്ക് എന്റെ അർജുൻ മാമനെ രക്ഷിക്കണം. എന്നാ ഞാൻ വെക്ക. ശരി. മഹേട്ടാ, എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത പേടി പോലെ. ഏയ്, എന്തിന്? ഇത് ഞാൻ പുഷ്പം പോലെ കൈകാര്യം ചെയ്തിട്ട് വരും. നീ കണ്ടോ? നിനക്കറിയാലോ എത്രമാത്രം ശ്രദ്ധയോടെയാ ഞാൻ ഓരോ നീക്കങ്ങളും നടത്തിയതെന്ന്. എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കണമായിരുന്നെങ്കിൽ അതെപ്പോഴേ സംഭവിക്കണമായിരുന്നു. എല്ലാം സേഫാ. ഇനിയിപ്പോ ഏതാനും മണിക്കൂറുകളല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. അതല്ല മഹേട്ടാ, ഈ അസമയത്ത് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോഴല്ലേ അത് പോലീസുകാർക്ക് കൂടുതൽ സംശയം തോന്നിക്കുന്നത്. നീ എന്നെ അങ്ങനെ അങ്ങ് കുറച്ച് കാണല്ലേ ജയശ്രീ. ആ SIക്ക് കാര്യങ്ങൾ മുഴുവൻ അറിയാന്ന് മാത്രമല്ല, അയാൾ ഈ കച്ചവടം നടന്നു കഴിഞ്ഞ് കിട്ടാനുള്ള ലാഭവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുക അവിടെ. ആണോ? അന്ന് അയാളത് ആവശ്യപ്പെട്ടപ്പോ എനിക്ക് ചെറിയ നീരസം തോന്നിയെന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ എനിക്കത് അനുഗ്രഹമായിട്ടാ തോന്നുന്നേ. ഈ യാത്രയിലുടനീളം അല്ലെങ്കിൽ ഒന്ന് ഹൈവേ കയറി കിട്ടുന്നത് വരെയെങ്കിലും പോലീസ് പെട്രോളിങ്ങിന്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. അത് നന്നായി. അതെ, ഇനി അഥവാ ഉണ്ടായാലും ഒരൊറ്റ കോള് മതി, അയാളത് ഡീൽ ചെയ്തോളും. എത്തേണ്ട സ്ഥലമൊക്കെ അവര് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ മഹേട്ടന്? പിന്നെ എയർപോർട്ടിനടുത്ത് ഒരിടത്താ. അവന്മാരുടെ സുരക്ഷിത സങ്കേതം അത്. എന്നാലും ഇത്ര അതിരാവിലെ റോഡിലൊന്നും ഒരൊറ്റ കുഞ്ഞു പോലും കാണില്ല. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് മഹേട്ട ഒറ്റയ്ക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജയെ. നമ്മളത് കൈമാറിക്കഴിഞ്ഞാലും കൊണ്ടുപോകേണ്ടത് അവരല്ലേ. അവരുടെ സൗകര്യം കൂടി നോക്കണ്ടേ. എന്നാലും ഇത്ര അതിരാവിലെ റോഡിലൊന്നും ഒരൊറ്റ കുഞ്ഞു പോലും കാണില്ല. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് മഹേട്ട ഒറ്റയ്ക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജയെ. നമ്മളത് കൈമാറിക്കഴിഞ്ഞാലും കൊണ്ടുപോകേണ്ടത് അവരല്ലേ. അവരുടെ സൗകര്യം കൂടി നോക്കണ്ടേ. ആ സായിപ്പിന്റെ ഫ്ലൈറ്റ് 6-നോ 6:30-ക്കോ എങ്ങാണ്ടോ ആണ്. അതിനുമുമ്പ് കൊണ്ടങ്ങ് എത്തിക്കണ്ടേ. അയാള് ഫ്ലൈറ്റിലാണോ കടത്തിക്കൊണ്ട് പോകുന്നത്? എന്നാ എനിക്ക് തോന്നുന്നത്.
ശോ, അതെങ്ങനെ പറ്റും മഹിയേട്ടാ? അയാളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. അതൊക്കെ അയാളുടെ തലവേദനയല്ലേ ജെ. നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതോടെ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതുവരെ ചെല്ലുക, കൊടുക്കുക, പണം വാങ്ങുക, വരിക, അത്രേ ഉള്ളൂ. പിന്നീട് അവിടുന്ന് അത് സുരക്ഷിതമായി എത്തേണ്ടിടത്ത് എത്തിക്കേണ്ടത് അവരുടെ കാര്യം. പണത്തിന്റെ ഇടപാടെല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ 2.5 കോടി. ഹോ, അത്രയും പണം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല മഹിയേട്ടാ. സങ്കല്പമല്ല ജയെ, അതൊരു സത്യമാവാൻ പോവുക വെറും മണിക്കൂറുകൾക്കുള്ളിൽ. അത്രയും പണം പക്ഷെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കും? ഇവിടത്തെ അലമാരയൊന്നും പോരാതെ വരുമല്ലോ. എടി പൊട്ടി, പെണ്ണുങ്ങളുടെ ബുദ്ധി തന്നെ. ഇത്രയും പണം അവനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൂട്ടാൻ. ഇത് പഴയ ജോസ് പ്രകാശിന്റെ സിനിമയൊന്നും അല്ല. അത് വീട്ടിൽ സൂക്ഷിക്കാനോ ബാങ്കിലിടാനോ ഒന്നും പറ്റില്ല. പിന്നെ അതിനൊക്കെ വേറെ വലിയ വലിയ വഴികളുണ്ട്. എന്താ മഹിയേട്ടാ അത്? നിന്റെ സംശയങ്ങളെ ഇപ്പോഴൊന്നും തീരത്തില്ല. അതും തീർത്തോണ്ടിരുന്ന ഇന്നെന്റെ പോക്ക് നടക്കില്ല. സായിപ്പിന്റെ ഫ്ലൈറ്റ് അങ്ങ് പോവും. ദേ, എല്ലാം നമ്മുടെ നല്ലതിനു വേണ്ടിയാ. അത് മാത്രം നീ ഓർത്താ മതി. നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി. ദൈവകോപമൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എടി, ഞാൻ ചെയ്യുന്നത് ബിസിനസ്സാ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഭക്തിയാ. എല്ലാ മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ അത് തന്നെയാ നടക്കുന്നത്. അതിലൊന്നും കോപിക്കാതെ കണ്ണടയ്ക്കുന്ന ദൈവം പിന്നെ ഇതിൽ മാത്രം കോപിക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഇത് ദൈവമായിട്ട് നമുക്ക് കൊണ്ടുതന്ന ഒരു സുവർണ അവസരമായിട്ട് കണ്ടാൽ മതി. സൂക്ഷിക്കണേ മഹിയേട്ടാ. നീ ടെൻഷൻ ആവണ്ട, ഒന്നും ഉണ്ടാവില്ല. എന്തോ എനിക്ക് ആകപ്പാടെ ഒരു വേവലാതി തോന്നുക. എന്റെ തോളിക്കേറിയ ഈ ഭാരം കൊടുത്തൊഴിവാക്കിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കോടീശ്വരനായി ഞാൻ മടങ്ങും. നീ കണ്ടോ? എന്നാ ഇനി വൈകണ്ട. 4 മണിക്ക് പുറപ്പെടാനല്ലേ അവര് പറഞ്ഞത്? അതെ. എങ്ങോട്ടാ പോകണ്ടെന്ന് കൃത്യമായിട്ട് അറിയാലോ അല്ലേ? ശരി, എന്നാ വേഗം പോയിട്ട് വേഗം വാ. ശരി. ആദ്യത്തെ സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മിസ്ഡ് കോളിന്റെ അർത്ഥം അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ഒപ്പം ആദിത്യന്. പക്ഷേ എങ്ങോട്ടെന്നറിയാതെ നമ്മൾ എവിടെ പോയി തിരയും സാർ? വഴിയുണ്ടോ? അതിനൊക്കെയുള്ള വഴിമരുന്ന് ഇട്ടിട്ട് തന്നെയാ നമ്മൾ ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. അവരിപ്പോ കിഴക്കേക്കോട്ട ഭാഗത്തേക്കാ പോകുന്നത്. കമോൺ, ലെറ്റ്സ് ഗോ. സാർ, വേഗം കയറും.
എന്താ ജയശ്രീ? എവിടെ എത്തി മഹിയേട്ടാ? എവിടെ എത്തിയില്ല, പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ജയ, നീ അല്പനേരം കൂടി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരം വെളുത്തില്ലല്ലോ. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. മനസ്സിന് ഒരു സമാധാനമില്ല മഹിയേട്ടാ. നീ വെറുതെ ഓരോന്ന് ഓർക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വെൽ പ്ലാൻഡാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട ജയ. ഞാൻ ഈ വന്ന കാര്യം ഒന്ന് തീർക്കട്ടെ, അതിനുശേഷം അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ശരി മഹിയേട്ടാ. ഈ വഴി തന്നെയല്ലേ സാറേ? അതേടോ, താൻ വേഗം വണ്ടി വിടും. ശരി സാർ. ആ ബോട്ട് ക്ലബിന്റെ സൈഡിലൂടെ ഉള്ള വഴിയാണ് കാണിക്കുന്നത്. എന്നാലും സാറിനെ സമ്മതിച്ചു. അവന്മാരുടെ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കാൻ ഇതിലും നല്ല ബുദ്ധി വേറെ ഇല്ല. ഉള്ളത് പറഞ്ഞാൽ ഇതെന്റെ ബുദ്ധിയല്ല, ആ കുട്ടികളുടെ ബുദ്ധിയാ. വേഗം സാർ. നേരം കുറെ ആയല്ലോ. മഹേഷ് എന്താ വൈകുന്നേ? ടെൻഷൻ അടിക്കണ്ട, ഇപ്പൊ വരും. എക്സ്ക്യൂസ് മീ. ഇവൾക്കെന്താ പറഞ്ഞ മനസ്സിലാവാതെ? അയ്യോ, സെയ്താണല്ലോ. ഹലോ ബോസ്, ഞാനാ. മനസ്സിലായി, പറഞ്ഞോ. എവിടെ എത്തി? ഓൺ ദ വേ. എന്താ അവിടുത്തെ അവസ്ഥ? എല്ലാവരും ഉണ്ട് സാർ. പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, സാർ പേടിക്കണ്ട. അതിനല്ലേ ഞാനിവിടെ നേരത്തെ എത്തിയത്. ഇവരുടെ ഭാഗത്തുനിന്ന് വല്ല തരികിട കളിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ പയ്യന്മാർ പറന്നെത്തും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ബോസ് പേടിക്കണ്ട. ശരി, ഞാനൊരു 10-20 മിനിറ്റിനുള്ളിൽ എത്താം. ആയിക്കോട്ടെ ബോസ്. ആ, പിന്നൊരു കാര്യം. എന്തായാലും അവർ പണം തരുന്നതുവരെ നമ്മൾ സാധനം കൈമാറണ്ട. ഓക്കെ. കുഴപ്പക്കാരൊന്നുമല്ല, എന്നാലും അതിന്റെ ഒരു രീതിക്ക് തന്നെ നടക്കട്ടെ ബോസ്. ശരി, അതാ നല്ലത്. ശരി ബോസ്. അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. എവിടെയാ സാർ? അടുത്ത റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു. ഓക്കെ സാർ.
എയർപോർട്ടിനടുത്ത് എവിടെയോ ആണ് സ്ഥലം. നമസ്കാരം. നമസ്കാരം. ഹലോ ഹലോ. ഹോപ്പ് ഐ എം നോട്ട് ലേറ്റ്. നോ 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 നോ. ബി ക്വിക്ക്. അവരധികം സമയം ചെലവഴിക്കാൻ നോക്കില്ല. കാര്യങ്ങളൊക്കെ വേഗം തീർത്ത് തടി തപ്പാനേ നോക്കും. എന്നാ പിന്നെ സമയം കളയണ്ട. ദേന്ന് പറയുമ്പോഴേക്ക് നേരം വിളിക്കും. അതെ, അതുമല്ല 6:20 ഇദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ്. സാധനം എന്റെ കാറിലുണ്ട്. പിൻസീറ്റിൽ തന്നെ ഉണ്ട്. ഇതാ. പോയി എടുത്തിട്ട് വാ. അതല്ലല്ലോ അതിന്റെ രീതി. നമ്മൾ പറഞ്ഞുറപ്പിച്ച തുക കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെന്താ, ഷുവർ സർ. മണി. ഓക്കെ. മതി, ദേ അവിടെ നിർത്ത്. അവർ ഈ പരിസരത്ത് എവിടെയോ തന്നെയുണ്ട്. ഇനി കഴിവതും വേഗം നമുക്കവരെ കണ്ടെത്തി വളയുകയാണ് വേണ്ടത്. കമോൺ. So, the deal is over. Thank you. Nice to meet you. Don't move. മഹേഷ് സാറേ, ഇത്തവണ പ്രതീക്ഷിച്ചത് തന്നെ എന്റെ കയ്യിൽ തടഞ്ഞു. ഇനി വല്ലതും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒടുവിൽ എന്റെ മോനെ ഭഗവതി തന്നെ കാത്തു. ഉണ്ടായിപ്പോയ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കേസ് അന്വേഷണത്തിനിടയിൽ ഇയാൾക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി. ശരി, പോവാം. സാർ, അവരെത്തിയിട്ടുണ്ട്. നന്നായി, വരാൻ പറഞ്ഞോളൂ. സാർ, നമുക്ക് പോവാം. ഈ വാളും ചിലമ്പും കിട്ടിയ നാൾ മുതൽ ഇത് ഇതിന്റെ യഥാർത്ഥ അവകാശികളെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതല്ലേ നിങ്ങൾ? അവര് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഇതവരെ ഏൽപ്പിക്കണമെന്നാവും നിയോഗം. ரொம்ப நன்றி சார். நம்ம கோயில்ல இந்த அடையாளங்கள் இவ்வளவு பெருசுன்னு சொல்லவே முடியல. അതെ,
അത് തിരികെ നേടി തന്നല്ലോ. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും. ഹേയ്, അങ്ങനെ നന്ദി അനുഗ്രഹം മുഴുവനായി ഞാൻ എടുത്താ അത് ശരിയാവില്ല. ദേ, ഇവരാണ് അത് കണ്ടെത്തിയതും അതിനുവേണ്ടി കഷ്ടപ്പാടും വേദനയും അനുഭവിച്ചതും. വലിയ ഉപകാരം. നിങ്ങൾ ഞങ്ങളോടും ഞങ്ങളുടെ വിശ്വാസങ്ങളോടും കാണിച്ച സ്നേഹവും ദയയും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സത്യമുള്ളതായി വാളും ചിലമ്പും. നിങ്ങളിൽ ദേവി പ്രസാദിച്ചതുകൊണ്ടാ ഇക്കാര്യം നിങ്ങളിലൂടെ നടന്നത്. ഈ വാളും ചിലമ്പും നിങ്ങളെ തേടി വന്നത്. കണ്ടെത്തിയ ആള് തന്നെ എടുത്തു കൊടുത്തോളൂ. അയ്യോ, ഞാൻ അമ്മേ ദേവി